സമയം രാവിലെ 7 മണി ആയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. നല്ല വെയിലായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തപ്പൂക്കൾ ഒരുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നലെ തന്നെ പൂത്തറയൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ തന്നെ അമ്മ ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചാണകം തേച്ചിട്ട് ഒരു ചാണകത്തിൻ്റെ ഒരു ബൗള് അതിന് നടുവിൽ വെക്കുക, തലയായിട്ട് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ കുറച്ച് പൂക്കൾ നമ്മൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ രാവിലെ പോയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാടത്ത് നിൽക്കുന്ന ഈ കളപ്പുല്ലില്ലേ, അതിൻ്റെ കതിരുണ്ട്, നല്ല ഭംഗിയാണ് ഇട്ട്. അപ്പോൾ അതും കുറച്ച് നമ്മൾ പൊട്ടിച്ചെടുത്തു. അത്തപ്പൂക്കൾ ഇടുന്നതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ മോളൊക്കെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും മോളും കൂടിയിട്ടാണ് ഇടുന്നത്. അച്ഛൻ അവിടെയും തുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞ തുണികളൊക്കെ രാവിലെ നേരത്തെ കൊണ്ടെടുക്കണം. ഇതാവുന്ന സമയത്ത് ഞാനും അനിയനും അനിയത്തിയും കൂടിയിട്ടായിട്ട് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ അന്ന് കാക്കാപ്പൂവായിരുന്നു ഒരുപാടുണ്ടായിരുന്നു. നീലക്കോളാമ്പി എന്ന് പറയും, അതായിരുന്നു കേട്ടോ അധികം പൂക്കൾ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്പരത്തി, കൃഷ്ണഗിരിയുടെ ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു പൂച്ചവാല് പറഞ്ഞൊരു പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പാടത്തെ കതിരുണ്ടാവും, അത് ഞങ്ങൾ മൂന്നാളും കൂടി നമ്മൾ ഒരുപാട് പറിച്ചാലേ കുറച്ചെങ്കിലും ഇടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കുറേ നേരം നിന്ന് പറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾ ശരിക്കും ഇതൊക്കെ ഒരു നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ന് വെച്ചാൽ എല്ലാവരും കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഇടുന്നു. പക്ഷെ അന്ന് ഈ പൂക്കൾ പറിക്കാൻ പോയതൊക്കെ വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ്. പിന്നെ നമ്മുടെ പൂക്കളൊന്ന് ഒരുക്കി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലാസ്റ്റ് അതിൽ ശീമക്കൊന്നയുടെ ഇല കൂടി വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. നമ്മൾ സാധാ രീതിയിലൊരു പൂക്കളം ഒരുക്കിയതാണ്. അപ്പോൾ അമ്മ പൂക്കളം ഒരുക്കുന്നതിന് മുന്നേ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പുട്ടും കോറപ്പുട്ടും സാധാ പുട്ടും, അങ്ങനെ 3 പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപയർ കറിയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടി ഇന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അച്ഛനമ്മയും തുന്നാൾ തിരക്കിലായിട്ടോ. രാവിലെ 10 മണിയാകുമ്പോഴേക്കും തുന്നിത് കൊണ്ടുകൊടുക്കാനുണ്ട്. അപ്പം അച്ഛനും അമ്മയും വീണ്ടും തുന്നാനൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.